അഞ്ചാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ 4ാമത്തെ യൂണിറ്റായ സർക്കിൾസ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അവ കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൃത്തത്തിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ എന്താണെന്ന് പഠിച്ചു. ഇനി വൃത്തം വരച്ച് അതിൻ്റെ ഒരു വ്യാസം വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ഡയമീറ്റർ. ഈ വ്യാസത്തിന് കുത്തനെയായി മറ്റൊരു വ്യാസം വരയ്ക്കാമോ? മട്ടം ഉപയോഗിച്ച് വൃത്തകേന്ദ്രത്തിൽ കൂടി കുത്തനെ ഒരു വര വരച്ചാൽ മതിയല്ലോ. ഹൗ ഡു വി ഡ്രോ അനദർ ഡയമീറ്റർ വിച്ച് ഈസ് സ്ട്രെയിറ്റ് അപ്പ് ടു ദിസ്? ജസ്റ്റ് യൂസ് എ സെറ്റ് സ്ക്വയർ ലൈക്ക് ദിസ്. ഇങ്ങനെ വരച്ചപ്പോൾ വൃത്തം എത്ര സമഭാഗങ്ങളായി മാറി? To how many equal parts did the circle get divided into? 4 അല്ലേ? ഇനി ഈ വരകളുടെ അഗ്രബിന്ദുക്കൾ യോജിപ്പിച്ചു നോക്കൂ. Let us join the ends of these diameters. ഇപ്പോൾ കിട്ടിയ രൂപം എന്താണ്? What shape do we get? സ്ക്വയർ അഥവാ സമചതുരം അല്ലേ? ഇങ്ങനെ സെറ്റ് സ്ക്വയർ അഥവാ മട്ടം ഉപയോഗിച്ച് വൃത്തത്തിൽ നമുക്ക് പല രൂപങ്ങളും വരയ്ക്കാം. നമ്മൾ 2ാമത്തെ പാഠത്തിൽ സെറ്റ് സ്ക്വയർ പരിചയപ്പെട്ടിട്ടുണ്ട്. സെറ്റ് സ്ക്വയറിൻ്റെ നീളം കൂടിയ ഭാഗവും നീളം കുറഞ്ഞ ഭാഗവും ശ്രദ്ധിക്കുമല്ലോ. ഈ ചിത്രത്തിൽ അത് ചുവന്ന വരയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജിയോമെട്രി ബോക്സിൽ മറ്റൊരു സെറ്റ് സ്ക്വയർ കൂടി ഉണ്ട് അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ ചുവന്ന വരയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ നീളം കൂടിയ ഭാഗമാണ്. ഈ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റു 2 ഭാഗങ്ങളുടെയും നീളം തുല്യമാണ് അല്ലേ? മട്ടങ്ങളുടെ വിവിധ കോണുകളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ മട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ കോൺ ഏതാണ്? 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലേ? 2ാമത്തെ മട്ടത്തിൻ്റെ ചിത്രം ശ്രദ്ധിക്കൂ. ഇതിൽ 4, 6 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന 2 കോണുകളും തുല്യമാണ്. ഈ മട്ടങ്ങൾ ഉപയോഗിച്ച് വൃത്തത്തിൽ എങ്ങനെ വിവിധ രൂപങ്ങൾ വരയ്ക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കൂ. മട്ടത്തിൻ്റെ ഒരു കോൺ വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവിൽ വയ്ക്കുക. മട്ടത്തിൻ്റെ വശങ്ങൾ വൃത്തത്തെ മുറിക്കുന്ന ഭാഗത്ത് 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. മട്ടത്തിൻ്റെ സ്ഥാനം മാറ്റി 2ാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ അകലത്തിൽ വൃത്തത്തിൽ ബിന്ദുക്കൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വൃത്തം വരച്ച് അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്നും മട്ടം ഉപയോഗിച്ച് ഒരു ആരം വരയ്ക്കുക. മട്ടത്തിൻ്റെ സ്ഥാനം മാറ്റി വീണ്ടും ആരം വരയ്ക്കുക. ഇങ്ങനെ തുല്യ അകലത്തിൽ മട്ടം ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയുന്ന ആരങ്ങൾ ഈ വൃത്തത്തിൽ വരയ്ക്കുക. മുഴുവൻ ആരങ്ങളും വരച്ച ചിത്രമാണ് ആദ്യത്തേത്. വൃത്തത്തെ എത്ര തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്? 8 അല്ലേ? ഇനി ആരങ്ങളുടെ അഗ്രബിന്ദുക്കൾ നേർരേഖ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് എന്ത് രൂപമാണ് കിട്ടുക? അഷ്ടഭുജം അഥവാ ഒക്ടഗൺ. മട്ടം ഉപയോഗിച്ച് സമചതുരവും അഷ്ടഭുജവും വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി ഒരു വൃത്തത്തെ 6 തുല്യ ഭാഗങ്ങളാക്കി ഒരു ഷഡ്ഭുജം നിർമ്മിക്കുക. ഡിവൈഡ് എ സർക്കിൾ ഇൻടു 6 ഈക്വൽ പാർട്സ് ആൻഡ് മേക്ക് എ ഹെക്സഗൺ. ഈ ചോദ്യത്തെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. ചിത്രത്തിൽ കാണുന്ന മട്ടം ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താം? ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങളുണ്ട്? യൂസിംഗ് എ സെറ്റ് സ്ക്വയർ ആസ് ഇൻ ദിസ് പിക്ചർ, how many equally spaced dots can be marked on the circle? ചിത്രത്തിൽ കാണുന്ന മട്ടം ഏതാണെന്നും ആ മട്ടം വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണെന്നും കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ.
മട്ടത്തിൻ്റെ കോണുപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലത്തിൽ ബിന്ദുക്കൾ രേഖപ്പെടുത്താൻ നമ്മൾ പഠിച്ചു അല്ലേ? മട്ടത്തിൻ്റെ ഈ മൂലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൃത്തത്തിൽ നമുക്ക് എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താൻ സാധിക്കും? 6 അല്ലേ? ഈ 6 ബിന്ദുക്കൾ നേർരേഖ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് ഷഡ്ഭുജം അഥവാ ഹെക്സഗൺ ലഭിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കുക. ഡിവൈഡ് എ സർക്കിൾ ഇൻടു 12 ഈക്വൽ പാർട്സ്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ നോക്കാം. ഈ മട്ടം ഉപയോഗിച്ച് വൃത്തത്തിൽ തുല്യ അകലങ്ങളിൽ എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്താം? ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചു കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങളുണ്ട്? How many equally spaced points can be marked in the circle using a set square as above? If we join these to draw a polygon, how many sides would it have? നേരത്തെ വരച്ചതിൽ നിന്നും ഇവിടെ എന്താണ് വ്യത്യാസം? മട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ കോണാണ് ഇവിടെ വരയ്ക്കാനായി ഉപയോഗിക്കുന്നത് അല്ലേ? നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം വൃത്തം വരച്ച് ഒരു ആരം വരയ്ക്കുക. മട്ടത്തിൻ്റെ ചെറിയ കോൺ ആരത്തോട് ചേർത്ത് വെച്ച് വീണ്ടും ഒരു ആരം വരയ്ക്കുക. മട്ടത്തിൻ്റെ സ്ഥാനം മാറ്റി തുല്യ അകലത്തിൽ വൃത്തത്തിൽ ആരങ്ങൾ വരയ്ക്കുക. മുഴുവൻ ആരങ്ങളും വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വൃത്തത്തെ എത്ര തുല്യ ഭാഗങ്ങളായാണ് വിഭജിച്ചത്? 12 അല്ലേ? അപ്പോൾ മട്ടത്തിൻ്റെ ഏറ്റവും ചെറിയ കോൺ ഉപയോഗിച്ചാൽ വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കാൻ സാധിക്കും. നമ്മുടെ ദേശീയ പതാകയിലെ അശോക ചക്രം കണ്ടിട്ടില്ലേ? അതിന് 24 ആരക്കാലുകളാണ് ഉള്ളത്. മട്ടങ്ങളുടെ വിവിധ മൂലകൾ ഉപയോഗിച്ച് 24 വശങ്ങളുള്ള ഒരു രൂപം വൃത്തത്തിൽ വരയ്ക്കൂ. യൂസ് എ സെറ്റ് സ്ക്വയർ ടു ഡ്രോ എ 24-sided polygon within a circle. മട്ടത്തിൻ്റെ ചെറിയ കോൺ ഉപയോഗിച്ച് വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളാക്കാൻ നമ്മൾ പഠിച്ചു. ഇതേ വൃത്തത്തെ എങ്ങനെ 24 തുല്യ ഭാഗങ്ങളാക്കാം? ഇതിനായി നമുക്ക് വേണ്ടത് ഇരുവശങ്ങളും തുല്യമായ രണ്ടാമത്തെ മട്ടമാണ്. മട്ടത്തിൻ്റെ തുല്യമായ വശങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരു ആരത്തോട് ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ മട്ടത്തിൻ്റെ മറുവശം തൊട്ടടുത്ത 2 ആരങ്ങളുടെ പകുതിയിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അവിടെ ഒരു വര വരയ്ക്കുക. ഇനി മട്ടത്തിൻ്റെ സ്ഥാനം തൊട്ടടുത്ത ആരത്തിലേക്ക് മാറ്റി ഇതുപോലെ വീണ്ടും വരയ്ക്കുക. വൃത്തത്തിൽ മുഴുവൻ ഇതുപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ വൃത്തത്തെ 24 തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കാൻ സാധിക്കും. ഇപ്പോൾ വരച്ച ആരങ്ങളുടെ അഗ്രബിന്ദുക്കൾ കൂട്ടിയോജിപ്പിച്ചു നോക്കൂ. 24 വശങ്ങളുള്ള ഒരു രൂപം കിട്ടിയില്ലേ? മറ്റൊരു പ്രവർത്തനം, മാന്ത്രിക വൃത്തം. ചിത്രം നോക്കൂ. വൃത്തത്തിലെ കുറേ ബിന്ദുക്കൾ പരസ്പരം യോജിപ്പിച്ചത് കണ്ടില്ലേ? ഇതുപോലെ മറ്റു ബിന്ദുക്കളും പരസ്പരം യോജിപ്പിക്കൂ. Some points on the circle are joined. Complete the picture by joining all pairs of points. എങ്ങനെയാണ് ഒരു മാന്ത്രിക വൃത്തം വരയ്ക്കുക? ഒരു വൃത്തം വരച്ച് അതിൽ തുല്യ അകലത്തിൽ കുറേ ബിന്ദുക്കൾ ഇടുക. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നും സ്കെയിൽ ഉപയോഗിച്ച് മറ്റു ബിന്ദുക്കളിലേക്ക് നേർരേഖകൾ വരയ്ക്കുക. ആദ്യത്തെ ചിത്രം നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇപ്പോൾ വരച്ചതിൻ്റെ തൊട്ടടുത്ത ബിന്ദുവിൽ നിന്നും വൃത്തത്തിലെ മറ്റു ബിന്ദുക്കളിലേക്ക് നേർരേഖകൾ വരയ്ക്കുക. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാ ബിന്ദുക്കളിലേക്കും ഇങ്ങനെ വരച്ചു നോക്കിയാൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു രൂപം നമുക്ക് കിട്ടും. ഇനി ഈ പാറ്റേണിന് നിറം നൽകി നോക്കൂ. തൊട്ടടുത്ത ബിന്ദുക്കളിൽ നിന്നും ഇതുപോലെ വരച്ചു നോക്കിയാൽ വ്യത്യസ്തങ്ങളായ പാറ്റേണുകളായിരിക്കും നമുക്ക് ലഭിക്കുക.
ഒളിഞ്ഞിരിക്കുന്നത് ആര്? ഈ ചിത്രം നോക്കൂ. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? വാട്ട് ഓൾ ഷേപ്സ് ക്യാൻ യു ഫൈൻഡ് ഇൻ ഇറ്റ്? 3 വശങ്ങളുള്ള സംവൃത രൂപം ഏതാണെന്ന് നമുക്കറിയാം. ത്രികോണം അഥവാ ട്രയാങ്കിൾ. ഈ ചിത്രത്തിൽ നിരവധി ത്രികോണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ത്രികോണം മാത്രമല്ല, 4 വശങ്ങളുള്ള ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം, 5 വശങ്ങളുള്ള പെൻഡഗൺ അഥവാ പഞ്ചഭുജം, 6 വശങ്ങളുള്ള ഹെക്സഗൺ അഥവാ ഷഡ്ഭുജം എന്നീ രൂപങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. 4 വശങ്ങളുള്ള സ്ക്വയർ അഥവാ സമചതുരം, റെക്റ്റാങ്കിൾ അഥവാ ദീർഘചതുരം എന്നിവയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചപ്പാത്തി കണക്ക് പഠിച്ചില്ലേ? ഒരു വലിയ ചപ്പാത്തിയും ഒരു ചെറിയ ചപ്പാത്തിയും എങ്ങനെ തുല്യ ഭാഗങ്ങളാക്കാം എന്നായിരുന്നു ചോദ്യം. വലിയ ചപ്പാത്തി മാത്രമേ മുറിക്കാവൂ എന്നൊരു നിബന്ധനയും ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് മുറിച്ചത്? ചെറിയ ചപ്പാത്തിയെ വലിയ ചപ്പാത്തിയുടെ മുകളിൽ വെച്ചു. എന്നിട്ട് ചെറിയ ചപ്പാത്തിയുടെ അളവിൽ വലിയ ചപ്പാത്തി മുറിച്ചു. ബാക്കി വന്ന ഭാഗം വ്യാസത്തിലൂടെ 2ആയി വിഭജിച്ചു. അങ്ങനെ നമുക്ക് 2 പേർക്കും തുല്യ അളവിൽ ചപ്പാത്തികൾ നൽകാൻ സാധിച്ചു. പക്ഷേ ഇവിടെ ആകെ 4 കഷണങ്ങളുണ്ട്, അല്ലേ? എന്നാൽ 3 കഷണമായി ഇതേ രീതിയിൽ ചപ്പാത്തി തുല്യമായി വീതിക്കാൻ സാധിക്കുമോ? പറ്റും. ആദ്യം ചെറിയ ചപ്പാത്തി വലിയ ചപ്പാത്തിക്ക് മുകളിൽ വയ്ക്കുക. കേന്ദ്രങ്ങൾ തുല്യമായിരിക്കണം കേട്ടോ. എന്നിട്ട് വ്യാസം മുഴുവനായും മുറിക്കാതെ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ വലിയ ചപ്പാത്തിയെ മുറിക്കുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള 3 കഷണങ്ങളാണ് കിട്ടുക. 2 പേർക്കും കിട്ടിയ ചപ്പാത്തിയുടെ അളവ് തുല്യമാണ്, അല്ലേ? അപ്പോൾ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.